ഏതാപത്തിലും എന്നെ സഹായിക്കുവാൻ എൻ്റെ മണികണ്ഠൻ ഉണ്ടാകും എന്നൊരു ധൈര്യം ഇപ്പോഴും ഉണ്ട്. വന്യമൃഗങ്ങളുടെയൊക്കെ ശബ്ദങ്ങളും ശബ്ദകോലാഹലങ്ങളും ഒക്കെ രാത്രി താഴെ കേൾക്കാറുണ്ട്. അത് പോയി നോക്കാറില്ല. കാരണം ഇവിടുത്തെ ഡോക്ടറും അയ്യപ്പൻ തന്നെയാണ്, ഇവിടുത്തെ വൈദ്യരും അയ്യപ്പൻ തന്നെയാണ്. അദ്ദേഹം ഇംഗ്ലീഷ് മെഡിസിനും ഹോമിയോ മെഡിസിനും ആയുർവേദ മെഡിസിനും എല്ലാം പഠിച്ചൊരു മഹാ ഡോക്ടറാണ്. അപ്പോൾ എല്ലാം എന്തുണ്ടെങ്കിലും അയ്യപ്പ. എപ്പോഴെങ്കിലും ആ മടിയിൽ പോയി കിടന്ന് കരഞ്ഞിട്ടുണ്ടോ? നമ്മളും ആ ഭക്തനോടൊപ്പം തന്നെയാണ് നമ്മളും ഒരു പരമഭക്തനായിട്ട് അവിടെ കൂടുക. പക്ഷെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് രഹസ്യ വിധാനങ്ങൾ പറയുന്നുണ്ട്. യോഗപട്ടാചിതം ധരിച്ച് പരിപൂർണ്ണ ധ്യാനനിരതനായിരിക്കുന്ന ഭഗവത് സ്വരൂപമാണ്. ചാത്തനാണ് എന്ന് പറയുന്നവരുണ്ട്, ശാസ്താവാണ് എന്ന് പറയുന്നവരുണ്ട്, ബുദ്ധനാണ് എന്ന് പറയുന്നവരുണ്ട്, മണികണ്ഠന്റെ ഒരു പ്രേതാത്മാവാണ് എന്ന് പറയുന്നത് വരെയുണ്ട്. ഇപ്പോൾ ഒരു വർഷക്കാലമാണ്. ഇപ്പോൾ ഒരു വർഷക്കാലമാണെങ്കിലും അവിടുത്തെ ചര്യകൾ വ്യത്യസ്തമാണ്. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം മറ്റൊരു പോഡ്കാസ്റ്റിൽ കണ്ടിരുന്നു, മൊബൈൽ ഫോൺ പോലും ഇന്നത്തെ കാലത്ത് അത് മാത്രമല്ല, അന്നത്തെ കാലത്ത് മൊബൈൽ ഫോൺ ഇത്രത്തോളം പ്രചാരത്തിലില്ല. എങ്ങനെയായിരുന്നു ആ ഒരു വർഷക്കാലത്തെ ചര്യ എന്ന് പറയുന്നത്? ചര്യ ഒന്നും നമ്മുടെ പൂർണ്ണമായി നമ്മൾ ആ ദൈവിക ഭക്തിയിൽ ലയിച്ചിരിക്കുകയാണ്. അയ്യപ്പനിൽ അങ്ങ് സമർപ്പിച്ചൊരു വർഷം കഴിച്ചു കൂട്ടണം. കാരണം നമുക്കറിയാം, മണ്ഡല മകരമാസ കാലഘട്ടങ്ങൾ കഴിഞ്ഞാൽ പിന്നെ മാസത്തിൽ 5 ദിനങ്ങളിൽ മാത്രമേ അവിടെ പൂജയുള്ളൂ. ബാക്കി 25 ദിനങ്ങളിലും നട അടച്ചു കിടക്കുകയാണ്. ബാക്കിയുള്ള സമയം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ കാലഘട്ടം അല്ലെങ്കിൽ ആ സമയമാണ് ഞാൻ കൂടുതൽ ആസ്വദിച്ചത് അല്ലെങ്കിൽ എൻജോയ് ചെയ്തതെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. കാരണം നടുവിൽ ഒറ്റയ്ക്കാണ്. അതെ. കാരണം അവിടെ എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ കടുത്തോഴൻ, എൻ്റെ സഹോദരൻ, എൻ്റെ ഗുരുനാഥൻ എല്ലാം എനിക്കൊരാൾ മാത്രമായിരുന്നു, സാക്ഷാൽ മണികണ്ഠസ്വാമി. ആ ഒരു മാനസികമായ ഒരു സന്തോഷത്തിൽ, മാനസികമായ ഒരു തയ്യാറെടുപ്പിൽ ഒക്കെ നമ്മൾ ജീവിക്കുകയാണ്. കാലത്തെണീറ്റാൽ നമ്മുടെ പ്രഭാത കൃത്യങ്ങളെല്ലാം പൂർത്തീകരിച്ച് രാവിലെ കുളിയും എല്ലാം ജപവും എല്ലാം കുളി കഴിഞ്ഞാൽ നേരെ ആ സോപാനത്തിനടുത്ത ഗണപതി ഹോമം നടത്തുന്ന ആ മണ്ഡപത്തിൽ കയറിയിരുന്ന് നമ്മുടെ നിത്യകർമാദികളെല്ലാം നമ്മളോട് ജപിക്കും. പിന്നെ അയ്യപ്പനെ ധ്യാനിക്കും. അവിടെ നമ്മളുടേതായ നമുക്ക് ധാരാളം ജപിക്കാൻ അവസരമുണ്ടല്ലോ. നമുക്കപ്പോൾ അവിടെ വരുന്ന ചിന്ത, എത്രയോ മണിക്കൂറുകൾ ആ സവിധത്തിൽ ഒന്ന് എത്താൻ വേണ്ടി ക്യൂ നിൽക്കുന്ന ഭക്തന്മാരുണ്ട്. ഈ കാലഘട്ടത്തിൽ ആരുമില്ലാത്ത ഏകാന്തനായിട്ട് ആ ഭഗവാനും ഞാനും മാത്രമായിട്ട് ആ 25 ദിനങ്ങൾ നട അടച്ച് കിടക്കുന്ന ദിനത്തിൽ അവിടെ ഇരുന്ന് ധാരാളം നമുക്ക് ആവോളം, ആരും നമ്മളെ തള്ളി മാറ്റാനുമില്ല, ആരും നമ്മളെ മാറിപ്പോകാൻ പറയാനുമില്ല. പരിപൂർണമായിട്ട് നമ്മൾ മാത്രം ആ സന്നിധി ലയിച്ചിൽ, ഭഗവാനിൽ മാത്രം ലയിച്ചിരുന്ന് ജപിക്കാൻ സാധിക്കുക. അതെല്ലാം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഭക്ഷണം മറ്റുള്ള കാര്യങ്ങൾ കഴിഞ്ഞ് ബാക്കിയുള്ള സമയങ്ങളിലെല്ലാം നമ്മുടെ വിശ്രമത്തിൻ്റെ വലിയ കാര്യമില്ല. കാരണം അത്രത്തോളം ജോലിയൊന്നും അപ്പോഴില്ല. ജപവും തപവും ഇത് മാത്രമല്ലേ ഉള്ളൂ, പൂജാതി കർമ്മങ്ങളൊന്നുമില്ല. ബാക്കിയുള്ള സമയം നമ്മൾ എന്തെങ്കിലും ആധ്യാത്മികമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ വായിക്കുക. ഞാൻ ഇവിടുന്ന് ശ്രീമദ് ഭാഗവതം കൊണ്ടുവരുന്നു, അത് വായിക്കുക. പിന്നെ നമ്മുടെ പൂജാതി കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട താന്ത്രിക കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഒന്ന് ഓർമ്മ പുതുക്കുക. ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഓരോ ദിനങ്ങളും ഇങ്ങനെ കഴിച്ച് 25 ദിനം പോകുന്നത് നമ്മൾ അറിയില്ല. അത്ര സ്പീഡിൽ അല്ലെങ്കിൽ അത്ര ഇതിലാണ് ആ 25 ദിനങ്ങൾ കഴിച്ചു കൂട്ടാൻ സാധിക്കുന്നത്. എപ്പോഴെങ്കിലും ഭയപ്പെട്ടിട്ടുണ്ടോ? കാരണം ഒറ്റയ്ക്കല്ലേ അവിടെ? അല്ല, ഭയം അങ്ങനെ ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ആ സീസൺ കഴിഞ്ഞ് ഒരിക്കലുണ്ടായൊരു ഭയമാണ് അന്ന് എനിക്ക് തന്നൊരു ധൈര്യം. അത് അവിടെ നിന്ന് ഇറങ്ങുന്നിടം വരെ ആ ധൈര്യം ഉണ്ടായിരുന്നു. ആ ധൈര്യം ഇപ്പോഴുമുണ്ട്. ഏതാപത്തിലും എന്നെ സഹായിക്കുവാൻ എൻ്റെ മണികണ്ഠൻ ഉണ്ടാകും എന്നൊരു ധൈര്യം ഇപ്പോഴുമുണ്ട്. വേറെ ഭയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ വന്യമൃഗങ്ങളുടെയൊക്കെ ശബ്ദങ്ങളും ശബ്ദകോലാഹലങ്ങളും ഒക്കെ രാത്രി താഴെ കേൾക്കാറുണ്ട്. അത് പോയി നോക്കാറില്ല. കാരണം അത് സുരക്ഷിതമല്ലല്ലോ. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതായ സ്ഥലത്ത് മാത്രം നമ്മൾ പോവുക, സന്നിധാനത്ത് മാത്രം നിൽക്കുക. പിന്നെ എന്തെങ്കിലും മനസ്സിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ശരീരത്തിനോ മനസ്സിനോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേറെ അവിടുത്തെ ഡോക്ടറും അയ്യപ്പൻ തന്നെയാണ്, അവിടുത്തെ വൈദ്യരും അയ്യപ്പൻ തന്നെയാണ്. അദ്ദേഹം ഇംഗ്ലീഷ് മെഡിസിനും ഹോമിയോ മെഡിസിനും ആയുർവേദ മെഡിസിനും എല്ലാം പഠിച്ചൊരു മഹാ ഡോക്ടറാണല്ലോ. അപ്പോൾ എല്ലാം എന്തുണ്ടെങ്കിലും അയ്യപ്പ എന്ന് മാത്രം ഒരു വിളിയേ ഉള്ളൂ. എപ്പോഴെങ്കിലും ആ മടിയിൽ പോയി കിടന്ന് കരഞ്ഞിട്ടുണ്ടോ? പടിയിലെ ശരിക്കും പറഞ്ഞാൽ സങ്കടമല്ല അവിടെ വന്നത്, സന്തോഷാശ്രുക്കളാണ്. കാര്യം ഭഗവാന്റെ മുമ്പിൽ നമ്മൾ മറ്റൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. ഒരുപക്ഷെ വീട്ടിലെ കാര്യങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ നമ്മൾ ചിന്തിക്കാറില്ല. നമ്മളെപ്പോഴും അയ്യപ്പനിൽ മാത്രം ലയിച്ചിരിക്കുന്ന സമയമാണ്. പിന്നെ ചില സ്ഥലത്ത് നിന്ന് അന്നുള്ള ഫോണും സൗകര്യം വെച്ചിട്ട് പല ഭക്തന്മാരെയും വിളിച്ച് സങ്കടങ്ങളൊക്കെ പറയാറുണ്ട്. ആ സങ്കടങ്ങൾ പറയുമ്പോൾ നമ്മൾ വിളിച്ച് അയ്യപ്പനോട് മനസ്സു പ്രാർത്ഥിക്കും, ഭഗവാനെ ആ ഒരു പാവത്തിൻ്റെ സങ്കടങ്ങൾ തീർത്തു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ഭഗവാനോട് നമുക്കെന്നും ആ ദിവ്യ ചൈതന്യം മനസ്സിൽ പ്രതിഷ്ഠിതമാകണേ
അതെന്നും കാണാനൊരു അവസരം ഉണ്ടാകണമേ, എന്നും ആ പാദത്തിൽ സ്പർശിക്കാനൊരു ഒരു അനുവാദം നൽകണമേ എന്നുള്ള പ്രാർത്ഥന മാത്രം. അല്ല, പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇപ്പോൾ ഒരുപാട് വിഷമങ്ങളൊക്കെ വരുവാണെങ്കിൽ നേരെ ആ ബിംബത്തിലേക്ക് പോവുക, ബിംബത്തിൽ അല്ല, കെട്ടിപ്പടുത്ത് അതൊന്നും പ്രായോഗികമല്ല. കാര്യം എത്ര ഏത് മനഃശാന്തിക്കാണെങ്കിലും അത് താന്ത്രിക വിധാനം അനുസരിച്ചിട്ട് അങ്ങനെ ബിംബത്തിൽ ചെന്നാലും അങ്ങനെ ആശ്ലേഷിക്കാനും അതിൽ കണ്ണുനീര് ഒന്നും ചെയ്യാൻ ആരും മേശാന്തിമാരൊന്നും അങ്ങനെ ചെയ്യാറില്ല. കാരണം അതൊന്നും നമുക്ക് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നമുക്ക് ഭൗതികമായിട്ടുള്ള നമ്മളിതെല്ലാം പറയുന്നുണ്ടെങ്കിലും അകത്ത് താന്ത്രികമായ ചില കർമ്മങ്ങളുണ്ട്. ആ അനുഷ്ഠാന കർമ്മത്തിൽ ഇതൊന്നും അനുവദിച്ചിട്ടുള്ളതല്ല. ആ ബിംബത്തിൽ ആശ്ലേഷിക്കുക, അല്ലെങ്കിൽ ബിംബത്തിൽ കണ്ണുനീര്, ഇതൊന്നും ചെയ്യാറില്ല, അതിന് ചെയ്യാനും ഒക്കത്തില്ല, പ്രായോഗികവുമല്ല. പിന്നെ നമുക്ക് എന്തെങ്കിലും മനസ്സിന് സങ്കടം വന്നാൽ നമ്മൾ ഇരിക്കുന്ന ആ റൂമിലോ അല്ലെങ്കിൽ ശ്രീലകത്ത് വെച്ചാണെങ്കിൽ നമ്മൾ മനസ്സുകൊണ്ട് വിരുമ്പി പ്രാർത്ഥിക്കുക എന്നുള്ളതല്ലാതെ ഇതൊക്കെ നമുക്ക് കഥാരൂപേണ പറയാനേ പറ്റത്തുള്ളൂ, ആശ്ലേഷിക്കാൻ പറ്റും. അതൊന്നും പ്രായോഗികമല്ല, അതൊന്നും നടക്കത്തുമില്ല, അങ്ങനെ ചെയ്യാൻ സാധിക്കത്തുമില്ല. ഞാനും അതിന് ശ്രമിച്ചിട്ടുമില്ല. കാരണം അതൊക്കെ താന്ത്രികവിധിക്ക് അപ്പുറത്തുള്ളതല്ലേ. താന്ത്രികവിധിയിൽ അനുവദിച്ചിട്ടില്ലല്ലോ ഒരു ബിംബത്തിൽ കെട്ടിപ്പിടിക്കാനോ, പ്രതിഷ്ഠിതമായ ഒരു ബിംബത്തിൽ കെട്ടിപ്പിടിക്കാനോ, അല്ലെങ്കിൽ അതിൽ കണ്ണുനീര്, അതൊന്നും പറയില്ല. ആ പാദത്തിൽ തൊട്ട് തൊഴാം. ആ ശരീരത്തിലെ പാദങ്ങളിലും കരങ്ങളിലും പിന്നെ ശിരസിലും ഒക്കെ നമുക്ക് തൊട്ട് സ്പർശിച്ച് തൊട്ട് വന്ദിക്കാം, തൊടാം. അതിനൊക്കെ നമുക്ക് അനുവാദമുണ്ട്, നമുക്ക് ചെയ്യാൻ സാധിക്കും, അവസരങ്ങളുമുണ്ട്. അഭിഷേകം കഴിക്കുന്ന സമയത്തും അലങ്കരിക്കുന്ന സമയത്തും എല്ലാം നമുക്കത് സാധിക്കും. അതെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു എങ്ങനെയാണ് എന്നത് ഞാൻ പറഞ്ഞല്ലോ, ആ സ്പർശനം കൊണ്ട് നമുക്ക് ശരീരത്തിൽ കിട്ടുന്ന ഒരു അനുഭൂതി ഉണ്ടല്ലോ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ അത് വാക്കുകൾ കൊണ്ടൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം നമ്മൾ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ പഞ്ചലോഹ നിർമ്മിതമായ ഒരു ബിംബം മാത്രമാണ് വെളിയിൽ നിന്ന് ഭക്തനെ ദർശിക്കാൻ സാധിക്കുക. പക്ഷേ അകത്ത് ചെന്ന് ആ ഒരു ദാസനായി അകത്ത് കയറുമ്പോൾ നമുക്കറിയാൻ സാധിക്കും. അതാണ് പറഞ്ഞത്, ശബരിമല മേശാന്തി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലോകത്തിൻ്റെ എമ്പാടുമുള്ള ജനങ്ങളെല്ലാം ദൃഷ്ടി പതിപ്പിക്കപ്പെടുന്ന ആ ബിംബത്തിലാണ് നമ്മൾ സ്പർശിച്ചിരിക്കുന്നത്. നമുക്കിത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊക്കെ സ്വപ്നമായിരുന്നു എന്ന് തോന്നിപ്പോകുന്നുണ്ട്. കാരണം അത്രത്തോളം ചൈതന്യവത്താണ് ആ ബിംബം. അതിന് തൊട്ടാൽ മതി, അതിൽ ആശ്ലേഷിക്കേണ്ട, അതിൽ കണ്ണുനീർ വാർക്കേണ്ട, ഒന്നും വേണ്ട. ആ ബിംബത്തിൽ തൊടുക എന്നുള്ളത് തന്നെ ഒരു അനുഭൂതി തന്നെയാണ്. അതേപോലെ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് രഹസ്യവിധാനങ്ങൾ പറയുന്നുണ്ട്. ശബരിമലയിലെ പൂജാവിധാനങ്ങളിലാണെങ്കിലും പുറത്താണെങ്കിലും, ഇപ്പോൾ മണ്ഡപവുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും മകരവിളക്കുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഒരുപാട് രഹസ്യങ്ങൾ പറയുന്നുണ്ട്. അതാണ് എന്താണ് ശബരിമലയുടെ ശബരിമല എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാമല്ലോ, അവിടുത്തെ എല്ലാ ക്രമങ്ങൾക്കും, ആചാരക്രമങ്ങൾക്കും, അനുഷ്ഠാനക്രമങ്ങൾക്കും മറ്റുള്ളതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. നമുക്കിവിടെ കാണാൻ സാധിക്കും. കാര്യം മറ്റുള്ള സ്ഥലങ്ങളിൽ ഉള്ളതിനപ്പുറത്ത് ആദ്യത്തെ വ്യത്യസ്തത നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ ദേവനും ഭക്തനും ഒന്ന് തന്നെയാണ്. അവിടെ ജാതി, മത, വർഗ, വർണ്ണ വിവേചനങ്ങളൊന്നും തന്നെയില്ല. അവിടെ എല്ലാവർക്കും സമത്വമാണ്, എല്ലാം സ്വാമിമാരാണ്. എല്ലാവർക്കും തമ്മിൽ പ്രായവ്യത്യാസം പോലും അവിടെ ഇല്ല. അവിടെ സ്വാമിമാരായി പരിണമിക്കപ്പെടുന്നവരെല്ലാം മുദ്ര ധരിച്ചു കഴിഞ്ഞാൽ ആ ഭക്തനും സ്വാമിയാണ്. ആ സ്വാമി അയ്യപ്പന് തുല്യം തന്നെയാണ്. അപ്പോൾ അവിടെ അയ്യപ്പന് പാദസേവ ചെയ്യുന്ന ഒരു സേവകൻ, ഒരു ദാസൻ ആണ് മേൽശാന്തി. നമ്മളും ആ ഭക്തനോടൊപ്പം തന്നെയാണ്, നമ്മളും ഒരു പരമഭക്തനായിട്ട് അവിടെ കൂടുക. പക്ഷെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ആ പാദസേവയാണ്. അദ്ദേഹത്തെ അഭിഷേകം കഴിക്കുക, അദ്ദേഹത്തിന് നിവേദ്യം കൊടുക്കുക, അദ്ദേഹത്തിന് ദീപാരാധനാദി കർമ്മങ്ങൾ ചെയ്യുക. ഇതൊക്കെയാണ് നമ്മൾ നിക്ഷിപ്തമായ കർമ്മം, ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ. അത് നമ്മൾ പൂർത്തീകരിക്കുക എന്നും ചിന്തിക്കുമ്പോൾ അവിടുത്തെ ആചാരക്രമങ്ങളെല്ലാം മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് വിഭിന്നമാണ്. എന്താണ് അതിൻ്റെ ഒരു രഹസ്യം? അവിടുത്തെ വിധാനം ഒരുപക്ഷെ പ്രതിഷ്ഠിതമായ സമയത്ത് അങ്ങനെ ആയിരിക്കണം. കാരണം നമ്മുടെ നാട്ടിലുള്ള ക്ഷേത്രങ്ങൾ പോലെ അല്ലല്ലോ, കാനനത്തിലാണ് വസിക്കുന്നത്. അപ്പോൾ കാനനത്തിലെ യോഗപട്ടാചിതം ധരിച്ച് പരിപൂർണ്ണ ധ്യാനനിരതനായിരിക്കുന്ന ഭഗവത് സ്വരൂപമാണ്. അപ്പോൾ അന്ന് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ആ പൂജാവിധാനങ്ങളാണ് അവിടെ. കാരണം മറ്റുള്ള ക്ഷേത്രങ്ങളിലും നാട്ടിലൊക്കെ ആകുമ്പോൾ ഒരുപാട് ആചാരങ്ങൾ പൂർണ്ണമായി പാലിക്കുവാൻ സാധിക്കും. പക്ഷേ ഇവിടെ അതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. അതുമാത്രമല്ല, അതിൻ്റെ ആവശ്യമില്ല. കാര്യം ലൗകികമായ ഒരു അലങ്കാരങ്ങൾക്കോ ലൗകികമായ ഒരു സുഖങ്ങൾക്കോ ഒന്നും തന്നെയല്ല ആ ശബരിഗിരി എന്നുള്ള സവിധം. കാരണം അവിടെ അയ്യപ്പനെ സംബന്ധിച്ച് തികച്ചും ഒരു യോഗിയാണ്. യോഗിയായിരിക്കുന്ന ആ ചൈതന്യത്തിൽ അവിടെ ആത്മീയതയ്ക്ക് മാത്രമേ പ്രാധാന്യമുള്ളൂ. അവിടെ മറ്റുള്ള ബാഹ്യമായ ഒരു അലങ്കാരങ്ങൾക്കോ അല്ലെങ്കിൽ ബാഹ്യമായ യാതൊരു വിധത്തിലുള്ള ശബ്ദകോലാഹലങ്ങൾക്കോ അനുഷ്ഠാനങ്ങൾക്കോ ഒന്നും പ്രാധാന്യമില്ല. സാധാരണഗതിയിലുള്ള കാനനത്തിൽ ലഭിക്കപ്പെടുന്ന, അവിടെ പ്രാവർത്തികമാക്കാൻ സാധിക്കുന്ന അനുഷ്ഠാനങ്ങൾക്കും ആചാരങ്ങൾക്കുമാണ് അവിടെ പ്രാധാന്യം.
ആരാണ് അയ്യപ്പൻ എന്നത് ഇന്നും പലർക്കും പിടികിട്ടാത്തൊരു കാര്യമാണ്. ഇപ്പം ശബരിമലയെ ബന്ധപ്പെട്ട് ഒരുപാട് കഥകൾ പറയുന്നുണ്ട്. അപ്പോൾ ചാത്തനാണ് എന്ന് പറയുന്നവരുണ്ട്, ശാസ്താവാണ് എന്ന് പറയുന്നവരുണ്ട്, ബുദ്ധനാണ് എന്ന് പറയുന്നവരുണ്ട്, മണികണ്ഠൻ്റെ ഒരു പ്രേതാത്മാവാണ് എന്ന് പറയുന്നവർ വരെയുണ്ട്. അപ്പോൾ അങ്ങയുടെ ഒരു വർഷൻ എങ്ങനെയാണ് ശബരിമല അയ്യപ്പൻ ശാസ്താവ് ആരാണ്? ഓരോരുത്തർ അവരവരുടെ ഭാവനയിൽ അവരെന്തെടുത്താലും നമ്മൾ മനസ്സിലാക്കേണ്ടത് പഞ്ചഭൂത സമന്വയമായിരിക്കുന്ന ഒരു ഈശ്വരീയ സങ്കല്പം, 5 ഭൂതങ്ങളുടെയും നാഥനായിട്ട് കുടികൊള്ളുന്ന ധർമ്മത്തെ ശാസിക്കപ്പെടുന്ന ധർമ്മശാസ്ത്ര സങ്കല്പമാണ് അവിടെയുള്ളത്. അത് നമ്മൾ കഥകളിലൂടെയും അല്ലെങ്കിൽ ഉപകഥകളിലൂടെയും വിശ്വാസങ്ങൾക്കനുസൃതമായി പലരും പലതായി ആഘോഷിക്കുന്നുണ്ട്. അയ്യപ്പൻ്റെ അവതാരമാണ് ശാസ്താവ്, ശാസ്താവിൻ്റെ അവതാരമാണ് അയ്യപ്പൻ എന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലും അതൊന്നുമല്ല. അവിടെ നമ്മൾ ഏതായി സങ്കല്പിക്കപ്പെടുന്നു അത് തന്നെയാണ് അവിടെ, അത് തന്നെയാണ് അദ്ദേഹം നമുക്ക് തരുന്ന സന്ദേശവും തത്വമസി. നീ എന്താണ് സങ്കല്പിക്കപ്പെടുന്നത്, നീ എന്നെ എന്തായി കാണുവാൻ ആഗ്രഹിക്കുന്നു, നീ എന്താണോ അത് നീ തന്നെയാണ്, അത് നിന്നിലുണ്ട്, നിന്നിലുള്ളത് തന്നെ എന്നിലുമുണ്ട് എന്നതുപോലെ അവരവരുടെ മനസ്സിൻ്റെ സംതൃപ്തിക്കനുസരിച്ചിട്ട് ഏത് ഭാവത്തിലും ഏത് രൂപത്തിലും നമുക്ക് ആരാധിക്കാം, നമുക്ക് ഉൾക്കൊള്ളാം. പക്ഷേ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു മഹാശക്തി അവിടെ ഉണ്ട് എന്നുള്ളത് തെളിവുകളാണ്, അനുഭവങ്ങളാണ്. അതിനേറ്റവും ഉദാഹരണമാണ് ഓരോ വർഷവും ഇത്രയെല്ലാം ബുദ്ധിമുട്ടുകളും ഇത്രയെല്ലാം വിഷയങ്ങളും ഇത്രയെല്ലാം പ്രശ്നങ്ങളും ഇന്ന് ലോകത്തെ മുഴുവൻ പല രീതിയിൽ ഇതെല്ലാം വിമർശനങ്ങളുണ്ടായിട്ടും കോടാനുകോടി ജനങ്ങൾ എല്ലാ വർഷവും എത്തുന്നു. ആ ദേവനെ ഒന്ന് കാണുവാനായി ഒരു വർഷം കൊണ്ട് നമുക്കറിയാം എത്രയോ കോടി ജനങ്ങളാണ് എത്തുന്നത്. ഒരു നിമിഷമാണ് കിട്ടുന്നത്, ഒരു നിമിഷവും കിട്ടാറില്ല. അതേപോലെ ഇത്രയും ജനങ്ങൾ എത്തുന്നു എന്നുള്ളത് നീ ഏത് ഭാവത്തിൽ ഏത് രൂപത്തിൽ നീ എന്നെ ആരാധിച്ചു അതിനെല്ലാം ഞാൻ സംതൃപ്തനാണ്. ചാത്തനാണ് എന്ന് പറയാം. ആയിക്കോട്ടെ, ശാസ്ത്രനായിക്കോട്ടെ, അയ്യപ്പനായിക്കോട്ടെ, ശാസ്താവായിക്കോട്ടെ, എന്തായാലും ഞാൻ നിന്നിലുള്ളത് തന്നെയാണ് എന്നിലുള്ളത് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു ദിവ്യ ചൈതന്യമാണ്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് മേൽശാന്തി എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ തന്ത്രി എന്നുള്ള നിലയ്ക്ക് ഓരോ നമ്മുടെ ഹൈന്ദവ വിശ്വാസവും ആരാധനാക്രമങ്ങളും വേദപാഠങ്ങളിലൂടെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഓരോ ദേവന്മാർക്കനുസൃതമായ പൂജാവിധാനങ്ങളാണ്. ആ പൂജാവിധാനങ്ങൾ അതാത് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്തുമ്പോൾ ആ പ്രതിഷ്ഠയോടനുബന്ധിച്ച് പ്രതിഷ്ഠ നടത്തുന്ന ആ ആചാര്യൻ നിക്ഷിപ്തമായിട്ടും നമ്മൾ തന്നിട്ടുണ്ട്. ഇന്ന രീതിയിലാണ് ഇവിടുത്തെ പൂജാവിധാനങ്ങൾ. ആ പൂജാവിധാനങ്ങൾ അനുസരിച്ചിട്ട് ശബരിമലയെ ധർമ്മശാസ്താവിനെ പൂജിക്കുന്ന ഒരു മഹാക്ഷേത്രമാണ്. വീരാരാധനയാണോ അവിടെ യഥാർത്ഥത്തിൽ വരുന്നത്? എങ്ങനെ? വീരാരാധന